കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എങ്ങനെയായിരിക്കും? എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ കൺസൈനി ഇൻ കണക്ഷൻ വിത്ത് ദ ഗുഡ്സ് കൺസൈൻഡ് ബൈ ഹിം ബോൺ ബൈ ദ കൺസൈനർ. അതായത് കൺസൈനർ ആയിരിക്കും അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നത് കൺസൈനി ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് വരെ. ഓക്കെ. പിന്നെ റിസ്ക് എങ്ങനെയായിരിക്കും? സെയിൽസിൽ എങ്ങനെയായിരിക്കും റിസ്ക് അറ്റാച്ച്ഡ് ടു ദ ഗുഡ്സ് സോൾഡ് ഈസ് ട്രാൻസ്ഫർ ടു ദ ബയർ ഓഫ് ഗുഡ്സ് ആസ് സൂൺ ആസ് ഗുഡ്സ് ആർ സോൾഡ്. അതായത് നമ്മൾ ഒരു ബയർക്ക് ഗുഡ്സ് വിൽക്കുന്നത് വരെ ആ ഗുഡ്സിൻ്റെ മുകളിലുള്ള എല്ലാ റിസ്ക്കും അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ മുകളിലുള്ള എല്ലാ റിസ്ക്കും ആർക്കായിരിക്കും? സെല്ലർക്കായിരിക്കും ഉണ്ടാവുക. ഇവിടെ അതിൻ്റെ മുകളിലുള്ള റിസ്ക്കൊക്കെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ റിസ്ക് എങ്ങനെയായിരിക്കും? കൺസൈനർക്കായിരിക്കും ഉണ്ടാവുക, കൺസൈനി ആ ഗുഡ്സ് വിൽക്കുന്നത് വരെ അല്ലേ. ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് ആർക്കായിരിക്കും ഉണ്ടാവുക? കൺസൈനർക്കായിരിക്കും കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഇത് കുഞ്ഞു കുഞ്ഞു ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ റിട്ടേൺ ഓഫ് ഗുഡ്സ് എങ്ങനെയായിരിക്കും? സെയിൽസിൽ പോസിബിൾ ആയിരിക്കും റിട്ടേൺ ഓഫ് ഗുഡ്സ്? നോട്ട് പോസിബിൾ ആണല്ലേ. നമ്മളൊരു ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്കത് റിട്ടേൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല സെയിൽസിൽ. പക്ഷേ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കൺസൈനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിന് ഈ കൺസൈനർക്ക് അത് എന്ത് ചെയ്യാം? നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത്രയും ഡിഫറൻസ് ഒക്കെയാണല്ലോ. നമ്മൾ എന്തൊക്കെ ഡിഫറൻസ് ഇപ്പോൾ നോക്കി? സെയിൽസും കൺസൈൻമെൻറ്റിൽ പാർട്ടീസ് ആരായിരിക്കും? ഇവിടെ ബയർ ആൻഡ് സെല്ലർ ആയിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും? കൺസൈനർ ആൻഡ് കൺസൈനി ആയിരിക്കും. റിസ്ക് അതേപോലെ സെയിൽസിൽ റിസ്ക് സെല്ലറായിരിക്കും എടുക്കുക. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലാണെങ്കിൽ കൺസൈനർക്കായിരിക്കും അതിൻ്റെ റിസ്ക് ഉണ്ടാവുക. അതേപോലെ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടത് ആരായിരിക്കും? ഇവിടെ ബയർ ആയിരിക്കും. ആ പ്രൊഡക്റ്റ് വാങ്ങി വിറ്റ് കഴിഞ്ഞാൽ മറ്റിടത്ത് കൺസൈനർ ആയിരിക്കും. പിന്നെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ബയർ ആൻഡ് സെല്ലറാണ്, മറ്റിടത്ത് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻ്റ് ആയിരിക്കും. ഓണർഷിപ്പ് അതേപോലെ എങ്ങനെയായിരിക്കും? ഓണർഷിപ്പ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യും. മറ്റേ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യില്ല ഓണർഷിപ്പ്, അതിൻ്റെ പൊസിഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെയിൽസും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണുള്ളത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 ബുക്സ് നോക്കാനുണ്ട്. ബുക്സ് ഓഫ് ആരൊക്കെയാണ്? ബുക്സ് ഓഫ് കൺസൈനറുടെ ബുക്കും ഉണ്ടാവും, കൺസൈനീൻ്റെ ബുക്കും ഉണ്ടാവും. നമ്മൾ പഠിച്ചില്ലായിരുന്നോ ബ്രാഞ്ച് അക്കൗണ്ടിൽ? ഹയർ പർച്ചേസ് അക്കൗണ്ടിൽ വെണ്ടർ ആൻഡ് ഹയർ പർച്ചേസർ ബുക്കിലും നമ്മൾ 2 ബുക്സിൽ നമ്മൾ എൻട്രി പഠിച്ചില്ലേ? അതേപോലെ തന്നെ ഇവിടെ കൺസൈനറുടെ ബുക്കിലും കൺസൈനീൻ്റെ ബുക്കിലും നമുക്ക് എൻട്രീസ് ഉണ്ടാവും. ഇതിൻ്റെ പ്രോബ്ലംസ് അങ്ങനെ വരാറില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി തിയറിയൊക്കെ ആയിട്ട് ചോദിക്കും. ഓക്കെ. അതിൽ ഫസ്റ്റ് എന്താണ്? ഗുഡ്സ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ 2 ബുക്സാണ് ഉണ്ടാവുക. ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ബുക്സ് ഓഫ് കൺസൈനറും ബുക്സ് ഓഫ് കൺസൈനിങ്, 2 ബുക്സും നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഓവറോൾ നമുക്ക് നോക്കാനുള്ളത്. പിന്നെ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലായോ? എന്താണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്? ഇറ്റ് മീൻസ് എന്താ? ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഓൺ ദ ബേസിസ് ഓഫ് കമ്മീഷൻ. കമ്മീഷൻ്റെ ബേസിൽ ഒരു ഗുഡ്സ് മറ്റൊരാൾക്ക് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അതിൽ 2 പാർട്ടീസാണ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക, കൺസൈനർ ആൻഡ് കൺസൈനി. ഹു സെൽസ് ഗുഡ്സ് ഈസ് കോൾഡ് കൺസൈനർ ആൻഡ് ഹു സെയിൽസ് ദ ഗുഡ്സ് ഈസ് കോൾഡ് കൺസൈനി. ഓക്കെ. അപ്പോൾ പിന്നെ അത് നമ്മൾ ഫീച്ചേഴ്സാണ് നോക്കിയത്. ഫീച്ചേഴ്സും ഡിഫറൻസും ഒക്കെ സെയിം തന്നെയാണ്. ഈ ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് സെയിലും കൺസൈൻമെൻറ്റിലും വരുന്നത് നമ്മൾ നോക്കുന്നത്. അതിൽ ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും? ഓണർഷിപ്പ് എപ്പോഴും ആർക്കായിരിക്കും ഉണ്ടാവുക? കൺസൈനർക്കായിരിക്കും ഉണ്ടാവുക, കൺസൈനിക്കായിരിക്കില്ല. റിസ്ക്കും കൺസൈനർക്കായിരിക്കും. പൊസിഷൻ കൺസൈനിക്കായിരിക്കും. റിലേഷൻഷിപ്പ്, എന്ത് റിലേഷൻഷിപ്പാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഉണ്ടാവുക? പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. എക്സ്പെൻസും അതേപോലെ കൺസൈനറായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നോക്കിയത്, സെയിൽസും കൺസൈൻമെൻറ്റും തമ്മിലുള്ളത്. അപ്പം സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ? നമ്മളൊരു ഗുഡ്സ് വിൽക്കുന്നതിനാണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും എന്തായിരിക്കും? ഒരു സെല്ലറും ബയറും ആയിരിക്കും. അവർ നമ്മൾ വേറെ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്, അയാൾ വിൽക്കല്ല ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരാൾക്കൊരു ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ, അതുതന്നെയാണ് ആ ബന്ധം എന്ന് പറയുന്നത്. അയാളെ ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ട്, അയാൾ ഉണ്ടാക്കിയ സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾക്ക് കൊടുക്കുക.
അപ്പം അതിന് വിൽക്കുന്നതിൻ്റെ മുകളിൽ കമ്മീഷനായിരിക്കും ഇയാൾക്ക് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ നമുക്കുള്ളത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് 2 ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ബുക്സ് ഓഫ് കൺസൈനർ ആൻഡ് ബുക്സ് ഓഫ് കൺസൈനി. ബുക്സ് ഓഫ് കൺസൈനറിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം. ബുക്സ് ഓഫ് കൺസൈനർ ആണ്. കൺസൈനറുടെ ബുക്കിൽ ഫസ്റ്റ് നമ്മൾ ഗുഡ്സ് എന്താണ്, ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ, അതായത് കൺസൈനിക്ക് ഗുഡ്സ് കൊടുക്കുമ്പം എങ്ങനെയായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഫസ്റ്റ് കൺസൈൻമെൻറ്റ്, ഹയർ പർച്ചേസ് അക്കൗണ്ട് അങ്ങനെ നമ്മൾ പഠിച്ചില്ലേ, പർച്ചേസർ ബുക്കും വെൻഡർ ബുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്. ഇതാണ് നമ്മൾ ഗുഡ്സ് നമ്മൾ കൺസൈനിക്ക് ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് കൺസൈനർ ബുക്കിൽ വരുന്ന എൻട്രിയാണ്. കൺസൈൻമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ടു ഗുഡ്സ് സെൻഡ് ഓൺ കൺസൈൻമെൻറ്റ്, ഗുഡ്സ് കൺസൈൻമെൻറ്റിന് സെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി. രണ്ടാമത്തത് എന്താണ്, എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദ കൺസൈനർ. അതിൻ്റെ മുകളിൽ കൺസൈനർക്ക് എക്സ്പെൻസ് ഉണ്ടാവുകയാണെങ്കിൽ, ഓക്കെ, എക്സ്പെൻസ് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ എൻട്രി വരുന്നത്. എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ എൻട്രിയാണ്. എക്സ്പെൻസ് ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിൻ്റെ എൻട്രി വരിക, കൺസൈൻമെൻറ്റ് തന്നെയാണ് വരിക. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ക്യാഷ് വരുമോ പോവോ അങ്ങനെയാണല്ലോ. അപ്പോൾ ക്യാഷ് അല്ലേ വരിക, ടു ക്യാഷ്, അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ ബാങ്ക്. ഓക്കെ, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്, അതാണ് എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ. ദെൻ അഡ്വാൻസ് മെയ്ഡ്. അപ്പോൾ അഡ്വാൻസ് കൊടുക്കുകയാണ് ആര്, കൺസൈനി നേരത്തെ അഡ്വാൻസ് കൊടുക്കുകയാണെങ്കിൽ, അഡ്വാൻസ് മെയ്ഡ് ബൈ ദ കൺസൈനി ആണെങ്കിൽ അഡ്വാൻസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ക്യാഷ് വരിക ചെയ്യുന്നത്. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു എങ്ങനെയായിരിക്കും, കൺസൈൻമെൻ്റ് അല്ലേ വരിക. അപ്പോൾ ആരതിലായിരിക്കും, കൺസൈനി ആയിരിക്കുമല്ലോ അഡ്വാൻസ് കൊടുക്കുന്നത്. അപ്പോൾ അയാളെ പേരിലായിരിക്കും വരിക. ഓക്കെ, അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു കൺസൈനി, നമുക്ക് അഡ്വാൻസ് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു കൺസൈനി വരും. ദെൻ നാലാമത്തെ എൻട്രി എങ്ങനെയാണ് വരുന്നത്, ബിൽസ് റിസീവ്ഡ് ഫ്രം ദ കൺസൈനി ഡിസ്കൗണ്ട് വിത്ത് ദ ബാങ്ക്. ഡിസ്കൗണ്ടിൽ നമുക്ക് അതിൻ്റെ ബില്ല് കിട്ടുന്ന സമയത്ത് കൺസൈനിക്ക് അതിൻ്റെ ബില്ല് ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക, ക്യാഷ് കിട്ടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അത് അക്കൗണ്ട് ഇട്ടിട്ട് ഡിസ്കൗണ്ട് കിട്ടിയില്ലേ, അപ്പം ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റഡ് ടു ബിൽസ് റെസീവബിൾ. ബിൽസ് റെസീവബിളിൻ്റെ ഷോർട്ട് ഫോമാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ബിൽസ് റെസീവ്ഡ് ഫ്രം ദ കൺസൈനി ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക്. അതായത് കൺസൈനിക്ക് ബിൽസ് കിട്ടി, അത് ബാങ്കിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ബില്ലാണെങ്കിൽ നമുക്കതിൻ്റെ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു, എന്ത് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് കാണിക്കണം. ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റഡ് ടു ബിൽസ് റെസീവബിൾ. ഓക്കെ, അതാണ് അടുത്തത്. അപ്പം ഇനി അഞ്ചാമത്തെ എൻട്രി എങ്ങനെയാണ്, റെസിപ്റ്റ് ഓഫ് അക്കൗണ്ട് സെയിൽസ് ഫ്രം ദ കൺസൈനി. അതിലൊരു മൂന്ന് എൻട്രീസ് വരുന്നുണ്ട്. അതായത് ഫസ്റ്റ് എൻട്രി സെയിൽസ് മെയ്ഡ് ബൈ ദ കൺസൈനി. കൺസൈനി ഒരു സെയിൽ നടത്തുകയാണെങ്കിൽ കൺസൈനി അക്കൗണ്ട് അറ്റഡ് ടു കൺസൈൻമെൻറ്റ്, സെയിൽ നടത്തുന്ന സമയത്ത്. അതേപോലെ അതിൽ എക്സ്പെൻസ് വരുന്ന സമയത്ത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു കൺസൈനി അക്കൗണ്ട്. നേരെ തിരിയും. അതിൽ സെയിൽ നമ്മളിപ്പോൾ പഠിച്ചില്ലേ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരിക. പക്ഷേ ക്യാഷ് ആയിരിക്കില്ല, കൺസൈനീൻ്റെതായിരിക്കും അക്കൗണ്ടിലായിട്ടായിരിക്കും വരിക. ഓക്കെ, പിന്നെ കമ്മീഷൻ കിട്ടുന്ന സമയത്ത് കൺസൈനിക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു കൺസൈനി, അതായത് കമ്മീഷൻ ആർക്കാണ് കൊടുക്കേണ്ടത്, കൺസൈനർക്കല്ലേ. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അറ്റഡ് ടു കൺസൈനി. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചത് എന്തിൻ്റെയാ, ബുക്സ് ഓഫ് കൺസൈനറുടെ ബുക്സിലെ എൻട്രീസ് ആണ്. അതിൽ 4 എൻട്രി മനസ്സിലായില്ല. അഞ്ചാമത്തെ എൻട്രി കുറച്ചൊരു ഡിഫിക്കൾട്ട് എൻട്രിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. കൺസൈൻമെൻറ്റും അതിൻ്റെ ഫീച്ചേഴ്സും പിന്നെ അതിൽ സെയിൽസും കൺസൈൻമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. മെയിനായിട്ട് ഇതിൽ കൺസൈനറും കൺസൈനിയും ആരാന്ന് പഠിക്കുക. കൺസൈനർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും, ഗുഡ്സ് ആർക്കാണോ കൊടുക്കുന്നത്, അതായത് സെല്ല് ചെയ്യാൻ കൊടുക്കുന്നത് അയാളെ നമ്മൾ കൺസൈനർ എന്ന് പറയുന്നു. ആരാണോ ഗുഡ്സ് സെയിൽ ചെയ്യുന്നത് അയാളെ നമ്മൾ കൺസൈനി എന്ന് പറയുന്നു. ഓക്കെ.